എന്ത് പറയും? ഞാൻ ഇപ്പൊ എന്താ ആലോചിച്ചത്? എന്റെ മനസ്സിൽ എന്താ ഉള്ളത് പറയാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യാം, എന്റെ ഫോണിന്റെ ലോക്ക് അസീറിന് അറിയോ? അറിയില്ല, ഇല്ലല്ലോ. എന്റെ ഫോണിന്റെ ലോക്ക് അസീർ തുറക്കണം. അതൊരു ടാസ്കാണ് അല്ലേ അസീറെ? എന്റെ ഫോണിന്റെ ലോക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട നിന്റെ ഫ്രണ്ടിന്റെ പേരാണ്. എത്ര ക്ലാസ്സിൽ അസീർ പഠിക്കണം? 4. ഇംഗ്ലീഷിൽ പേരൊക്കെ ടൈപ്പ് ചെയ്ത് അറിയില്ല. നിന്റെ ഒരു ഫ്രണ്ടിന്റെ പേരാണ് എന്റെ ഫോണിന്റെ ലോക്ക്. ജസ്റ്റ് ഒരു ഫ്രണ്ടിന്റെ പേര് ടൈപ്പ് ചെയ്യാൻ അറിയില്ല, ആ പേര് ജസ്റ്റ് നിന്റെ ഒരു ഫ്രണ്ടിന്റെ പേര് ടൈപ്പ് ചെയ്ത് നോക്കി. ഞാൻ കാണാതെ ടൈപ്പ് ചെയ്തോ, ഇങ്ങോട്ട് അവരും കാണാത്ത ആരും കാണാതെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കി. അപ്പൊ എന്തായാലും അറിയാം നിനക്ക് ആപ്പിളാണല്ലേ മാഷാഅല്ലാഹ് പഠിക്കണല്ലോ, അപ്പൊ നല്ല ആപ്പിളാക്കി തരട്ടെ. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ പേരാണ് എന്റെ ഫോണിൽ. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് തുറന്ന ഇല്ല. നിന്നെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ്. പിന്നെ എങ്ങനെ നിന്റെ ഫ്രണ്ടിന്റെ പേര് എന്റെ ഫോണിന്റെ ലോക്ക് ആവുക? വെറുതെ വെറുതെ അതിനെന്തെങ്കിലും സാധ്യത ഉണ്ടാ? ഇല്ല. എന്റെ ഫോണിന്റെ ലോക്ക് തുറക്കാൻ താല്പര്യമുള്ള വേറെ ആരെങ്കിലും ഇതില്? മോളും തുറന്നു നോക്കണം. എന്നാ അസീറും തുറന്നു നോക്ക്. ജസ്റ്റ് എന്തേലും ടൈപ്പ് ചെയ്ത് നോക്ക്. ലോക്ക് തുറക്കൊന്നും നോക്കി നോക്ക്. ജസ്റ്റ് ഒന്ന് എന്തും വേണേ ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് എന്തേലും ടൈപ്പ് ചെയ്ത് ലോക്ക് എടുത്ത് നോക്ക്. എന്തേലും ടൈപ്പ് ചെയ്ത് ലോക്ക് എടുത്തു. തുറന്ന ഇല്ല. ഒരാളെ ഫോണിന്റെ ലോക്കൊന്നും ഒരാൾക്ക് തുറക്കാൻ കഴിയില്ല. ആർക്കെങ്കിലും തുറക്കാൻ കഴിയോ? ഇല്ലല്ലോ. പക്ഷെ നിങ്ങൾക്ക് ആരെങ്കിലും ട്രൈ ചെയ്യണം? മോനക്ക് ചെയ്യണം. ഇവനാണ് കൊറേ നേരായിട്ട് നിനക്ക് ഫോണിന്റെ ലോക്കൊക്കെ അറിയില്ലേ? അറിയില്ലേ? അപ്പൊ ഞാന് നിന്റെ പേരെന്താ? റംസാൻ. നീ എന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി. ഞാൻ നിന്നെ ഒരു മെന്റലിസ്റ്റ് ആക്കാൻ പോകും. ഇവർക്ക് രണ്ടാക്കിന്റെ ഫോണിന്റെ ലോക്ക് തുറക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ലല്ലോ. ഇവർക്ക് തുറക്കാൻ പറ്റുമെന്ന് ഞാൻ പറയാൻ വിശ്വസിക്കുമോ? ഇല്ലല്ലോ. ഇവർക്ക് പറ്റില്ലെങ്കിൽ ഇവർക്ക് എന്തായാലും പറ്റില്ലല്ലോ. ചെറിയ കുട്ടിയല്ലേ. പക്ഷെ എന്റെ കണ്ണിലേക്ക് നോക്കി ഞാൻ നിന്നെ മെന്റലിസ്റ്റ് ആക്കാൻ പോകും. ഓക്കെ? എന്റെ ഉള്ളത്തെ എല്ലാ കഴിവും ഞാൻ നിനക്ക് തരാം. ഓക്കെ? ഇനി നിനക്ക് ഇഷ്ടമുള്ളത് എന്റെ ഫോണില് ലോക്ക് അടിക്കാം. മനസ്സിലാവണ്ട? ഇഷ്ടമുള്ളത് അടിക്കാം. എന്തടിച്ചാലും കുഴപ്പമില്ല. 4 അടിക്കാൻ പാടുള്ളൂ. അത് എന്റെ കണ്ണുക്ക് നോക്കുക, ഇതിലേക്ക് അടിക്കുക. വീണ്ടും എന്റെ കണ്ണുക്ക് നോക്കുക, ഇതിലടിക്കുക. അങ്ങനെ എന്ത് ചെയ്യണം? 4 തവണ അടിക്കുക. മനസ്സിലാവണ്ട നിനക്ക്? മനസ്സിലായില്ലേ? ഫസ്റ്റ് എന്റെ കണ്ണിലേക്ക് നോക്കുക, എന്നിട്ട് നിനക്ക് തോന്നുന്ന എന്തേലും തോന്നി അതിൽ അടിക്കുക. പിന്നെ എന്റെ കണ്ണിലേക്ക് വീണ്ടും നോക്കുക, എന്നിട്ട് അടിക്കുക. അങ്ങനെ 4 അടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഓക്കെ ഒന്ന് അടിച്ചു നോക്കട്ടാ. ഓക്കെ? എന്റെ കണ്ണൊക്കെ നോക്കി. നോക്കിയില്ലേ? ഏതെങ്കിലും ഒന്ന് ഇതിലടിച്ചോ. ഓക്കെ. ഇനി എന്റെ കണ്ണ് നോക്ക്. ഇനി വേറൊരു അക്ഷരം അടിക്ക്. കണ്ണ് അയ്യോ. ഓക്കെ. ലാസ്റ്റത്താട്ടാ. ശരിക്കും എന്റെ കണ്ണു കണ്ണെ ശ്രദ്ധിച്ചു നോക്കിക്കോ. അയ്യോ. നീ ഓക്കെന്ന് കൊടുത്തു നോക്കി. جمال الوجود بذكر الإله وتصفو الحياة بنور هدى جمال الوجود. ഞാനല്ല, നീ എല്ലാവർക്കും നീയാണ് കാണിച്ചെടുക്കണ്ട കേട്ടാ. ഞാൻ ഇവർക്ക് പോലും തുറക്കാൻ പറ്റാത്ത ലോക്ക് നീ തുറന്നില്ല. പക്ഷെ ഇനി വേറെ രസം കാണിച്ചാലോ ലാസ്റ്റ് ഇവിടോ ഹാഫില്. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് എന്റെ ഫോണിന്റെ ലോക്ക് എന്ന് പറഞ്ഞു അല്ലേ? ആ പേര് ഞാൻ കണ്ടിട്ടില്ലല്ലോ. നീ എന്താ ടൈപ്പ് ചെയ്തെന്ന് ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ. എനിക്കും അറിയില്ല, ഉസ്താമാർക്കും ആർക്കും അറിയില്ല. ജസ്റ്റ് ആ പേരൊന്ന് മനസ്സിൽ വിചാരിക്കും. ഞാനൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്.
ചിലപ്പോൾ കൊളാവട്ടെ. എന്തിനാ പറയണ അറിയാം, എന്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 90% റെഡിയാവും, 10% ഫ്ലോപ്പ് ആവാൻ സാധ്യത ഉണ്ട്. ഈ കൊളായാലും എല്ലാരും കൂടി അടുക്കളന്നൊക്കെ കുക്ക് വരിക. അപ്പൊ അതുകൊണ്ട് ചിലപ്പം കൊളാനൊക്കെ സാധ്യത ഉണ്ട്. എന്നാലും ജസ്റ്റ് ട്രൈ ചെയ്യാന്ന് നോക്കി നോക്കട്ടെ. ജസ്റ്റ് നീ ഫസ്റ്റ് ടൈപ്പ് ചെയ്തൊരു പേരുണ്ടല്ലോ, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ പേര്, അത് എനിക്കും അറിയില്ല, ഇവർക്ക് ആർക്കും അറിയില്ല. ജസ്റ്റ് അത് മാത്രം ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യാം, ആ പേര് മാത്രം. ആ പേര് എത്ര അക്ഷരാണുള്ളത് എന്ന് മനസ്സിൽ, ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ എത്ര അക്ഷരം ഉള്ളത് എന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യും. പറയണ്ട, ജസ്റ്റ് മനസ്സിൽ ഇമാജിൻ ചെയ്യാം. സിമ്പിൾ പേരാണല്ലേ, 4 അക്ഷരം ഉള്ളത്. ആ ഓക്കെ, ജസ്റ്റ് ആ പേര് മാത്രം, പേരിന്റെ ഫസ്റ്റത്തെ അക്ഷരം മനസ്സിൽ ഇമാജിൻ ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ അക്ഷരം. എന്റെ കണ്ണൊക്കെ നോക്കൂ, പല പേരുകൾ എന്നെ കൺഫ്യൂഷൻ ആക്കരുത്. ജസ്റ്റ് മൂന്നാമത്തെ അക്ഷരം. ഓക്കെ, നാലാമത്തെ അക്ഷരം. ജസ്റ്റ് എന്റെ കണ്ണിലേക്ക് നോക്കും. ABCD ഒന്ന് സ്പീഡിൽ എണ്ണാൻ പറ്റുമോ? ABCD ഓർക്കണ്ടോ? ABCD എങ്ങനെ സ്പീഡിൽ എണ്ണിക്കാൻ? എണ്ണ. ഓക്കെ ഓക്കെ ഓക്കെ, ലാസ്റ്റ് അക്ഷരം I ആണല്ലേ? അല്ലേ? ഓക്കെ, ജസ്റ്റ് ആ പേര് ഫുള്ളായിട്ട് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, നിനക്ക് ഇഷ്ടപ്പെട്ട നിന്റെ കൂട്ടുകാർ അവിടെ നിന്ന് വരുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. നിന്റെ പേരെന്താ പറഞ്ഞേ? തൻസീ. അവൻ നേരെ വന്നിട്ട് നിന്നോട് ഹായ് തൻസീ എന്ന് പറയും. അവൻ നീ ഇവിടെ നേരെ വന്നിട്ട് ഹായ് റാസി. മനസ്സിലെ പേര് റാസി അല്ലേ?